മക്കളെ സ്നേഹാവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ അതെ, നമ്മുടെ ക്രിസ്മസ് എക്സാം ഇവിടെ എത്താറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴൊക്കെ സ്കൂളിൽ മിഡ് ടേം എക്സാം ഒക്കെ നടക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട് അല്ലെ, ഒരുപാട് ചാപ്റ്റേഴ്സും പഠിച്ചു തീർക്കാനുണ്ട്. ഇന്ന് മിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമ്മുടെ ക്രിസ്മസ് എക്സാമിനും നമ്മുടെ ആനുവൽ എക്സാമിനും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള, നമ്മുടെ മിഡ് ടേം എക്സാമിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് പഠിക്കാതെ തന്നെ മക്കൾ പോകാൻ പാടില്ല. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഈ ഒരു ഹെഡിങ് ഇതിപ്പോ എന്താ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഏറ്റവും വലിയ നമ്മുടെ ഈ ഒരു പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഹെഡിങ് ഉള്ള ഒരു പാഠമാണ് ഇത്. നോക്കി, എന്താണ് തും ജിയോ ഹസാറോ സാൽ സാൽ കെ ദിൻ ഹോ 50,000 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. എന്താണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത് കുറെ ആൾക്കാർ ഇതിപ്പോ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഒരു ഡൗട്ട് കുറെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവും. മിസ് കൃത്യമാക്കി തരാം. ഇത് ശരിക്കും എന്താണ്, നിമ്മിമോൾക്ക് ബർത്ത്ഡേ കാർഡിൽ കൊടുത്തിട്ടുള്ള ഒരു വിഷാണ് അല്ലെ. നമ്മൾ പറയില്ലേ ദീർഘായുസ് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റാട്ടെ എന്ന് പറയാറില്ലേ, അതേപോലുള്ള ഒരു വിഷാണ്. നോക്കിക്കേ, തും ജിയോ നീ ജീവിക്കൂ ഹസാറോ സാൽ, ഹസാർ വെച്ച് എന്താണ് 1000 അല്ലെ, 1000 വർഷത്തോളം ജീവിക്കട്ടെ. എന്നിട്ട് നോക്കിക്കേ, സാൽ കി ദിൻ ഹോ 50,000, ഈ 1000 വർഷങ്ങളിലെ വർഷത്തിലെ ദിവസങ്ങൾ എന്ന് പറയുന്നത് 50,000 ആയിട്ട് മാറട്ടെ. ഒന്നുകൂടി ക്ലിയർ ആക്കട്ടെ മിസ്. സാധാരണ ഒരു വർഷത്തിൽ മക്കൾ പറ എത്ര ദിവസങ്ങൾ ഉണ്ടാവും? നമ്മൾ പറയും 365 ദിവസങ്ങളാണ് ഉള്ളത് എന്ന്. പക്ഷെ നമ്മുടെ ഈ ഒരു അങ്കിള് പറഞ്ഞ ഈ ഒരു വർഷത്തിൽ എത്ര ഇതുണ്ട്? 50,000 ദിവസങ്ങളുണ്ട്. അപ്പം നമ്മുടെ ആള് പറയാണ് എന്ത്, നീ കുറേ കാലം ജീവിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം വെറൈറ്റി ആയിട്ട് പറഞ്ഞത് നോക്കിക്കേ, നീ 1000 വർഷത്തോളം ജീവിക്കട്ടെ. 1000 വർഷത്തിലുള്ള ഈ ഒരു ഓരോ വർഷവും ഉള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറട്ടെ? 50,000 ആയിട്ട് മാറട്ടെ. സാൽ കി ദിൻ ഹോ, വർഷത്തിലെ ദിവസങ്ങൾ എന്തായി മാറട്ടെ? 50,000 ആയിട്ട് മാറട്ടെ. അപ്പൊ ഇതാണ് കറക്റ്റ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുമില്ല, ഒരു ബർത്ത്ഡേ വിഷിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു അങ്കിള് പറഞ്ഞിട്ടുണ്ട്, നിമ്മിമോളുടെ ബർത്ത്ഡേ വിഷ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു ബർത്ത്ഡേ കാർഡിൽ അല്ലേ. അപ്പൊ അതില് നിങ്ങൾക്ക് വലിയൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരുന്നു. എന്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഒരു സംഭാഷണം എഴുതാൻ വേണ്ടിയിട്ട്, വാർത്താലാപം എഴുതാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വരിക. ഒന്ന് നമ്മുടെ ഡയറിയാണ്, നിമ്മിമോളുടെ ഡയറി, ബർത്ത്ഡേ കാർഡ് കിട്ടിയ ദിവസത്തെ ഡയറി. അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ സംഭാഷണം എന്ന് പറയുന്നത്. ഡയറി ഒക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. ഇപ്പൊ തൽക്കാലം മക്കൾ എന്ത് പഠിക്കണം? ഈ ഒരു വാർത്താലാപ് അല്ലെങ്കിൽ ബാത്ചീത്, കോൺവെർസേഷൻ എന്ന് പറയുന്ന സംഗതി കറക്റ്റ് പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, നമ്മൾ പഠിക്കല്ലേ? കറക്റ്റ് മിസ് മലയാളമൊക്കെ പറഞ്ഞു തരും. മക്കൾ എന്ത് ചെയ്യണം? എഴുതിയെടുക്കണം. അങ്ങനെ തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. സിമ്പിൾ ആണ് കേട്ടോ. എന്താ പറഞ്ഞേക്കുന്നത്? बर्थडे कार्ड की विशेषताओं पर निम्मी और सहेली रीना की बातचीत लिखने के लिए कहा है അല്ലെ. എന്താണ് ഇവര് രണ്ടാളും തമ്മിലുള്ള, നമ്മുടെ നിമ്മിമോക്കാണ് ബർത്ത്ഡേ കാർഡ് കിട്ടിയിട്ടുള്ളത്. നിമ്മിമോളുടെ ഫ്രണ്ടിന്റെ പേര് എന്താണ്? റീനയാണ് അല്ലെ. എന്താണ്? റീന. മക്കൾക്ക് തന്നിട്ടുണ്ട് നിമ്മിമോളുടെയും റീനയുടെയും എന്താണ് ബാത്ചീത്, കോൺവെർസേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരുപാടൊന്നും എഴുതി എന്ത് ചെയ്യണ്ട, ടെൻഷൻ ഒന്നും ആവണ്ട, കുറച്ച് എഴുതിയാൽ മതി. വളരെ കുറച്ച് എഴുതിയാൽ തന്നെ മക്കൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ എന്തായിരിക്കും ആദ്യം നമ്മൾ പറയുന്നത്? നിമ്മി ആദ്യം റീനനെ കാണണം അല്ലെ. അപ്പൊ ഹായ് റീന എന്നായിരിക്കില്ല ആദ്യം പറയാം. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? ആദ്യം ഹായ് റീന എന്ന് പറയുന്നു. സിമ്പിൾ അല്ലെ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം അല്ലെ. അപ്പൊ റീന എന്ത് പറയും? ഹായ് നിമ്മി, എന്തൊരു സുഖ. എന്ത് പറയുന്നുണ്ട്? ബർത്ത്ഡേ പർ ക്യാ ക്യാ മില. ആദ്യം ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണേ, ബർത്ത്ഡേ പർ, ബർത്ത്ഡേയിൽ ക്യാ ക്യാ എന്ന് വെച്ചാൽ എന്താണ്? എന്തെല്ലാം എന്നുള്ള അർത്ഥം അല്ലെ. എന്താണ്? എന്തെല്ലാം ലഭിച്ചു എന്നുള്ള അർത്ഥം അല്ലെ. എന്തെല്ലാം, ക്യാ ക്യാ മീൻസ് എന്താണ്? എന്തെല്ലാം, മില ലഭിച്ചു എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ നിമ്മിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കേണ്ടത്? നമ്മുടെ വിനോദങ്ങൾ തന്നിട്ടുള്ള ബർത്ത്ഡേ കാർഡിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാനുള്ള അല്ലെ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് സംസാരിക്കുകയാണ്. നിമ്മി പറയാണ്, വിനോദങ്ങൾ എന്ത് ചെയ്തെന്നു? മുജെ എക് ബർത്ത്ഡേ കാർഡ് ദിയ, എനിക്കൊരു ബർത്ത്ഡേ കാർഡ് ദിയ മീൻസ് എന്താണ്? തന്നു എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പൊ മിസ് ഇങ്ങനെ പറയുന്നത് മക്കൾക്ക് ഇത് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദിയ മീൻസ് എന്താണ്? തന്നു എന്ന് പറയുന്ന അർത്ഥമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ റീന എന്ത് ചോദിക്കുന്നു അടുത്തത്? ഉസ്മേ ക്യാ ലിഖാത്ത, ബർത്ത്ഡേ കാർഡാണ്. അപ്പൊ അതിൽ എന്തോന്ന് എഴുതുമല്ലോ. അപ്പൊ ചോദിക്കുകയാണ് അതിൽ എന്തായിരുന്നു എഴുതിയിരുന്നത്? ലിഖാത്ത എന്ന് വെച്ചാൽ എന്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ നിമ്മി പറയാണ് എന്ത്, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പാഠഭാഗത്തിൽ കറക്റ്റ് പറയുന്നുണ്ട് എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത്. ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു അല്ലെ, ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. മാത്രമല്ല തും ജിയോ ഹസാറോ സാൽ സാൽ കെ ദിൻ ഹോ 50,000 എന്ന് ലിഖാത്ത, എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇത് കുറച്ച് ഇങ്ങോട്ടായിട്ടുണ്ട് കേട്ടോ മക്കൾ, നോക്കണേ.
ഓക്കെ, മിസ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കെ ഇവിടെ. കാരണം എന്താണ്, ഇതാണ് നമ്മുടെ കഥാപാത്രങ്ങൾ കേട്ടോ. കഥാപാത്രങ്ങൾ പറയുന്ന ഡയലോഗുകൾ ഇതാണ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്, കാർട്ടൂൺ ഉണ്ടായിരുന്നു, മാത്രമല്ല എന്താണ് അതില് എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, തും ജിയോ ഹസാറോ സാൽ. ഇത് മക്കൾ എന്തായാലും പഠിക്കണം. ഈ ഒരു വാക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഹെഡിങ് ഉണ്ടല്ലോ, അത് എന്തായാലും പഠിക്കണം. കാരണം എന്താണ്, അതാണ് നമുക്ക് ഡയറി ആണെങ്കിലും നമ്മുടെ വാർത്താലാപമാണെങ്കിലും ഒക്കെ എഴുതേണ്ടി വരും. അപ്പൊ ഈ ഒരു വാക്ക് പഠിച്ചു വെക്കുക. ഏത്, തും ജിയോ ഹസാറോ സാൽ, സാൽ കെ ദിൻ ഹോ 50,000 എന്നുള്ളത് അങ്ങ് കാണാതെ അങ്ങ് പഠിച്ചു വെക്കണം. കാരണം എല്ലാത്തിലും നമുക്ക് കൊണ്ടുപോയി എഴുതി വെക്കാനുള്ളതാ കേട്ടോ. ഇനിയിപ്പോ ചിലപ്പോ എന്തുണ്ടാവും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും ഈ ഒരു പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ പാഠഭാഗത്തിന്റെ ആ ഒരു കോട്ട് എന്തായാലും മക്കൾ ആലോചിക്കണം. എന്താണ്, 1000 വർഷം നീ ജീവിക്കട്ടെ, ആ 1000 വർഷത്തിലെ ദിവസങ്ങൾ എന്തായിട്ട് മാറട്ടെ, 50,000 ആയിട്ട് മാറട്ടെ എന്ന് പറയും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ റീന എന്ത് പറയുന്നു, കാർഡ് ദിക്കാവോ, കാർഡ് കാണിക്കൂ. ദിക്കാവോ മീൻസ് എന്താണ്, കാണിക്കൂ എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ നിമ്മി എന്ത് പറയും, യേല്ലോ, യേല്ലോ ചെന്നാണ്, ഇതാ പിടിച്ചോ എന്ന് പറയാണ് അല്ലെ. അപ്പൊ റീന പറയും, ബഹുത് സുന്ദർ ഹേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ, നല്ല സുന്ദരമായിട്ടുണ്ടല്ലോ എന്ന് പറയാണ് അല്ലെ. അപ്പൊ സിമ്പിൾ അല്ലേ, ഈ ഒരു കുഞ്ഞു സംഭാഷണം എന്റെ മക്കൾ പഠിച്ചു വെക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്തുണ്ട്, പഠിക്കാനുണ്ട്. മുന്നോട്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഇതൊക്കെ പറയുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ ബാച്ചിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് മുഴുവൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബയാമാരി ചിരിയാറാണിയും കഴിഞ്ഞു, നമ്മൾ ജന്നത്ത് കി ബച്ചി എന്ന് പറയുന്ന പാഠം തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഒരുപാട് നമ്മൾ തീർന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും നമ്മുടെ ബാച്ചിൽ ചേരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് വിളിക്കണം കേട്ടോ. കാരണം എന്താണ്, എല്ലാ നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇപ്പൊ കലോത്സവൊക്കെയാണ്, അപ്പം കുറെ ക്ലാസ് ഒക്കെ പോയ മക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ അയ്യോ എന്താ എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. ഒരു ടെൻഷനും വേണ്ട, നമ്മുടെ ബാച്ചിൽ കയറി എല്ലാം സെറ്റാണ്. ഹിന്ദിയുടെ കാര്യത്തിൽ പക്ക ആണ്, നമ്മൾ സൂപ്പറായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, എന്റെ മക്കള് ചേരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചേരാ. ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.